നമ്മളെ ഈവനിങ് സ്നാക്ക് എന്താണെന്നറിയോ? പഴംപൊടിയല്ല, ഉള്ളി ബജിയല്ല, മുട്ട ബജിയല്ല, ഒരു ഇതുമല്ല. ഹെൽത്തി ഫുഡാണ് ചക്ക വറവിട്ടത്. അപ്പം ഞാൻ ചക്കയെ എൻ്റെ ഇമ്മു നല്ലോ അരിഞ്ഞു തന്നു. ഞാൻ അവൾക്കത് മുറിച്ചു എത്തും ചുളയൊക്കെ വേറെടുത്തി കൊടുത്തു. അവൾ കുനുകുനാ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലോ കഴുകി പൂക്കളൊക്കെ പാർന്ന് സൂപ്പറാക്കി കുക്കറിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കാണും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഗൈസ്, ചക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ചിലവർ ചക്ക കഴിക്കില്ല, നമ്മളൊന്നും അങ്ങനെ ചക്ക കഴിക്കില്ല കേട്ടോ. പക്ഷെ നമുക്കിത് ചക്ക കഴിയാലൊരു വൃത്തി തോന്നും. എങ്ങനെ ആയാലും മടലുമൊന്നൊക്കെ പൊടിയും പൊട്ടൊക്കെ നമ്മൾ കയ്യിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ പോവുകയാണ് കേട്ടോ. വീടിൻ്റെ മുന്നേ കൂടെ ഒരാൾ പോയാൽ നമ്മൾ ചെറിയ മകൻ, കുട്ടിമകൻ, അവന് കുളർക്കാതെ പോയി. അപ്പോൾ അത് ഉപ്പ് പാകത്തിന് കല്ലുപ്പാണേ. പിന്നെ അടുത്തത് അതിനൊരു കപ്പ് വെള്ളം, ചെറിയ കപ്പ്. ഇത് ഞാൻ അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു. ഇനി കുക്കർ അടച്ച് വെക്കുക, തീ വെക്കുക. രണ്ട് വിസിൽ ചക്കര. നമ്മളെ നെസമോള അമൃതപ്പൊടിയും കേക്ക് ഇട്ട സൂപ്പറാണ്. നമ്മൾ കേക്ക് മറ്റേ കേക്കൊക്കെ ഉണ്ടാക്കണം, മാണച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേക്ക് നന്നാവില്ല. ഇത് കുഴപ്പമില്ല, നന്നായിരുന്നു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അമ്മൂന് അഹങ്കാരം മോളൊന്നിന് കളിയാക്കണുണ്ട് കേട്ടോ. അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മളെ നെസമോക്ക് അമൃതം പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഒന്നും തിന്നണ കേക്ക് തിന്നോന്നറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊക്ക പൗഡറും അമൃതം പൊടിയും കൂടെ തരിച്ച് വെച്ചതാണ്, പൊടികളെല്ലാം തരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണ്ടാരി ഉമ്മുണ്ട്. അപ്പോൾ ആ പൊടി മുഴുവനായിക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് മെല്ലെ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതത്ര പോലെ ഉണ്ട്. പിന്നെ എന്താ അത് പിന്നത്താണ് പാലാണ്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ട ചായപ്പൊടി വെള്ളം കുടിച്ചു കേട്ടോ. നമുക്ക് ഈ ചായപ്പൊടി വെള്ളം ഫേവറേറ്റ്. അപ്പോൾ അതാ നമ്മളമ്മ അത് ശരിയാക്കി കൊണ്ടിരിക്കുക. പിന്നെ ഇത് പച്ചയത്തപ്പായ മക്കൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമാട്ടോ. പക്ഷെ ഇത് പോരാ, ഇത് പറ്റ ചില്ലായി പോയി. കുറച്ചുകൂടി വലുത് ആണെങ്കിൽ ഇതിനെക്കാണ് ടേസ്റ്റ്. അപ്പോൾ അതാ ഇപ്പം ഇതെന്തായി, ചോക്ലേറ്റ് ഗണാശായിട്ടോ. ചോക്ലേറ്റ് ഗണാശല്ല, ഇത് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ എന്ത് പറയാതെ. അപ്പം ഇനി ഇത് നമുക്ക് നമ്മളെ ഫ്രൈയിങ് പാനിലാണ് കേട്ടോ വെക്കണത്. ഫ്രൈയിങ് പാൻ ഇവിടെ കൈകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ എന്താ പറയുക, ബാറ്ററാ അതാണ് ഒഴിച്ചത്. ബിസ്മില്ലാഹിർ റഹീം. നമ്മളെ പാച്ചില കൊണ്ട് നല്ലോണം വടിച്ചെടുത്തിട്ട് അതിൽ കൊണ്ട് ഒഴിച്ചിട്ട്. ഈ പാച്ചിലുണ്ടല്ലോ ഭയങ്കര സംഭവമാട്ടെ. ഒരു തുള്ളി സാധനം വേസ്റ്റാവാതെ നമുക്ക് വൃത്തിയിൽ കിട്ടും. ഇതതിൻ്റെ ബബിൾസൊക്കെ പോകാൻ ഇതിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് സിമ്മിലാണ് ഗ്യാസിൽ വെക്കാൻ. നെസമോൾ ഉറങ്ങാൻ നീച്ചുമ്പോൾ തന്നെ കേക്ക് സെറ്റ്. നമ്മളെ മുന്നിൻ്റെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പപ്പടം പോലും കുത്തിയുമ്പോൾ ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തട്ടിക്കൊടുക്കാം. അപ്പോൾ അത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ തട്ടുകയാണ്. നമ്മൾ ഫ്രൈ പാനായിട്ടാണ് കൗത്തുക. ഇത് ഫ്രൈ പാൻ ഈ ദോശച്ചട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാട്ടാ കേക്ക് ചെയ്ത്. ഇത് കേക്ക് ഇട്ടാ ഇത് കട്ട് ചെയ്യ്. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് മുളപ്പപ്പൊടികളൊക്കെ നമുക്ക് പരീക്ഷണം നടത്തുകയാണ്, തോന്നുമായിരിക്കും. കൽക്കണ്ടിട്ടോണ്ടി കേടി ചെയ്യുന്നു. അപ്പം ബൈ, താങ്ക് യു.